യേശു മഹോന്നതനേ മഹോന്നതനേ, വേഗം കാണാം വൽപ്രേമകാതനെ കാണാം. സുന്ദരരൂപനെ ഞാൻ വിവേകമതി, വേഗം കാണാം വൽപ്രേമകാതനെ കാണാം. കഷ്ടതയേറെ സഹിച്ചവരും കല്ലേറടി ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 19 സങ്കീർത്തനം 12 വാക്യം. തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാർ, മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിക്കണമേ. ദൈവത്തിൻ്റെ വചനം പാപത്തെക്കുറിച്ചുള്ള അറിവ് നൽകുന്നു. വചനം നാം ധ്യാനിക്കുമ്പോൾ നമ്മിലുള്ള കുറവുകളെക്കുറിച്ച് ബോധ്യത ഉണ്ടാകുന്നു. നമ്മിൽ മറഞ്ഞിരിക്കുന്ന രഹസ്യഭാവങ്ങൾ കണ്ടുപിടിച്ച് നാം നശിപ്പിക്കുന്നില്ലെങ്കിൽ ആ പാപസ്വഭാവം നമ്മെ തന്നെ തകർക്കും. പാപം വളരുന്നതും പുരോഗമിക്കുന്നതുമാണ്. ഒരു ചെറിയ മേഘം പോലെ ആദ്യം അത് ആത്മാവിൽ ഉയരുന്ന പാപം പ്രാർത്ഥനയുടെ പെരുങ്കാറ്റിനാൽ ചിതറിക്കപ്പെടുന്നില്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തെ മുഴുവൻ നിറയ്ക്കുകയും നമ്മെ നാശത്തിൽ എത്തിക്കുകയും ചെയ്യും. അതുകൊണ്ട് ദാവീദ് ആദ്യം ചെറിയ പാപങ്ങൾക്കും പിന്നീട് വലിയ പാപങ്ങൾക്കും ക്ഷമ അഭ്യർത്ഥിക്കുന്നു. പ്രിയ സ്നേഹിതരെ, നമ്മുടെ ജീവിതത്തിലും പാപത്തിൻ്റെ കറകൾ ഉണ്ടാകാം. എന്നാൽ വചനധ്യാനത്തിലൂടെ അത് തിരിച്ചറിഞ്ഞ് പ്രാർത്ഥനയുടെ ശക്തിയാൽ അതിനെ തൂത്തെറിയുവാൻ നമുക്ക് സാധ്യമായി തീരണം. തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല. അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. പ്രാർത്ഥിക്കാൻ. കർത്താവേ, എന്നിലുള്ള കുറവുകളെ കണ്ടെത്തി തിരുത്തുവാനുള്ള ശക്തി എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.